നവകേരള സദസ്സിന് കഴക്കൂട്ടം മണ്ഡലത്തിലെ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി എം.എൽ.എ. കടകംപള്ളി സുരേന്ദ്രൻ. സദസ്സിന് മുന്നോടിയായിട്ടുള്ള വിളംബര ജാഥകൾ മണ്ഡലത്തിലുടനീളം വിവിധ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ചു. നവകേരള സദസ്സിനായുള്ള പ്രധാന വേദിയായ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് വിളംബര ജാഥയുടെ ഭാഗമായി നൈറ്റ് വാക്ക് സംഘടിപ്പിച്ചു. 200ഓളം യുവാക്കൾ പങ്കെടുത്ത പരിപാടി ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച് കഴക്കൂട്ടം ജംഗ്ഷനിൽ സമാപിച്ചു. എം.എൽ.എ. കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ നൈറ്റ് വാക്കിന് നേതൃത്വം നൽകി. തുടങ്ങിയവരുടെ സാഹിത്യത്തിൽ നടക്കുന്ന നൈറ്റ് വാക്ക് ഇതുവഴി ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും മന്ത്രിമാരും നേരിട്ടെത്തുന്ന നവകേരള സദസ്സ് ഈ നിയമസഭാ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ ആരായുന്നതിനും ഈ നാടിന്റെ പ്രശ്നങ്ങൾ തിരയുന്നതിനും ഈ നാട് ആർജിച്ച നേട്ടങ്ങൾ വിവരിക്കുന്നതിനുമായി കഴക്കൂട്ടം മണ്ഡലത്തിലേക്ക് എത്തുന്ന നവകേരള സദസ്സിന് മുന്നോടിയായുള്ള നൈറ്റ് വാക്ക് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഇതുവഴി കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഈ നൈറ്റ് വാക്കിന് നേതൃത്വം നൽകി പ്രിയങ്കരനായ കഴക്കൂട്ടം പ്രേംകുമാർ, സുധീർ കർമ്മന, നീന പ്രസാദ്, ജ്യോതി എന്നിവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന നൈറ്റ് വാക്ക് നടക്കുന്ന നവകേരള സദസ്സിന് മുന്നോടിയായുള്ള നൈറ്റ് വാക്കിന്റെ പ്രിയമുള്ളവരെ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഇതുവഴി കടന്നു വരുന്നത്. നേരത്തെ കാട്ടായിക്കോണം ഉൾപ്പെടെയുള്ള പ്രദേശത്ത് നിന്ന് വിവിധ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ വിളംബര ജാഥയും സംഘടിപ്പിച്ചു. കേരളത്തിന്റെ സമസ്ത മേഖലയിലും വികസനത്തിന്റെ വെളിച്ചം തെളിയിച്ച പിണറായി വിജയൻ സർക്കാർ, കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ കഴക്കൂട്ടത്തെത്തിച്ചേരുന്നു. 23 വൈകുന്നേരം 4 മണിക്ക് കഴക്കൂട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ എത്തിച്ചേരുന്ന നവകേരള സദസ്സിന് സൂചന പരിഗണിക്കൊണ്ട് വാർഡിലെ ജനങ്ങളെ അണിനിരക്കുന്ന വിളംബര ഘോഷയാത്ര കടന്നു വരികയാണ്. നാളെ നടക്കുന്ന സദസ്സിന് വേണ്ടിയുള്ള എല്ലാത്തരം ഒരുക്കങ്ങളും വളരെ ഭംഗിയായി തന്നെ നിർവഹിക്കാൻ കഴിഞ്ഞുവെന്ന് എം.എൽ.എ. കൂട്ടിച്ചേർത്തു. നവകേരള സദസ്സിനെ സ്വീകരിക്കുന്നതിന് കഴക്കൂട്ടം ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ വികസന സെമിനാർ ഉണ്ടായിരുന്നു. രാത്രി നടത്തവും പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഒരു വലിയ പായസമേള ഉണ്ടായിരുന്നു. അതിലും നൂറുകണക്കായിട്ടുള്ള നമ്മുടെ സഹോദരിമാരെ പങ്കെടുത്തത്. നാളെ വലിയൊരു ബൈക്ക് റാലി സംഘടിപ്പിക്കുന്നുണ്ട്. മറ്റന്നാൾ നവകേരള ജ്യോതി എല്ലാ കവലകളിലും വീടുകളിലും ജ്യോതി തെളിയിക്കും. 23-ാം തീയതി 10,000 പങ്കെടുക്കുന്ന നവകേരള സദസ്സ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്നു. എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. എങ്ങനെയുണ്ട് കഴക്കൂട്ടത്തിന്റെ മൊത്തത്തിലുള്ള ഒരുക്കത്തെ സംബന്ധിച്ചുള്ള ഒരു പൊതുവിലയിരുത്തൽ നോക്കുമ്പോൾ? എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം വളരെ മനോഹരമായിട്ട് നടക്കും, നന്നായിട്ട് നടക്കുന്നുണ്ട്. എല്ലാ മേഖലകളിൽ നിന്നും ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകും. ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും പെട്ടിട്ടുള്ള ആളുകൾ ഈ നവകേരള സദസ്സിൽ പങ്കെടുക്കും. 23-ന് വൈകുന്നേരം 4 മണിക്കാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ കഴക്കൂട്ടം മണ്ഡലത്തിലെ പര്യടനത്തിനായി എത്തുന്നത്. പരിപാടിക്ക് വേണ്ടി വിപുലമായ ഒരുക്കങ്ങളാണ് സംഘാടക സമിതി നിർവഹിച്ചിരിക്കുന്നത്.